ഇത് തന്നെ ആയിരിക്കും സ്ഥലം, ചോദിച്ചു നോക്കാം. ദിവ്യാന്തി, അതെ ഞാൻ തന്നെയാ. താനായിരിക്കില്ലേ ഇഷ? അതെ, വാ റൂം കാണിച്ചു തരാം. അല്ല, എന്താ ഇത്ര നേരം വൈകി വരാൻ? ട്രെയിൻ ലേറ്റ് ആയിരുന്നു. പിന്നെ ഈ അഡ്രസ്സ് ക്യാബിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഏറ്റവും ദൂരം കൂടിയ റൂട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരിക്കും, അതായിരിക്കും ദൂരമുള്ള റൂട്ട് കൊണ്ടുവന്നത്. ഇതാ ഇഷയ്ക്കുള്ള അപ്പാർട്ട്മെൻറ്റ്. അറിയാലോ, അപ്പാർട്ട്മെൻറ്റ് ഷെയറിംഗ് ആണ്. തൻ്റെ കൂടെ താമസിക്കുന്ന ത്രിലോക് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അവൻ്റെ റൂമ് ദേ ആ കാണുന്ന. ഇപ്പോൾ ഇവിടെ അവനില്ല, 2-3 മാസം കഴിയും വരാൻ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ആൾ കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അവൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതുവരെ അവനായിട്ടൊരു പ്രശ്നത്തിന് നിന്നിട്ടില്ല. റൂമൊക്കെ ഇഷ്ടമായോ ഇഷയ്ക്ക്? റൂമൊക്കെ എനിക്കിഷ്ടമായി, നല്ല സ്പേസൊക്കെ ഉണ്ട്. അത് കേട്ടാൽ മതി. ഇഷ എന്തായാലും റൂമൊക്കെ ആയി ഒന്ന് സെറ്റാവ്. ഞാൻ പോയി ചായ വെള്ളം കൊണ്ടുതരാം. താങ്ക്സ് ആൻറ്റി. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാം കഴിഞ്ഞു. അപ്പോ താനായിരിക്കും അല്ലേ ത്രിലോക്? നെഞ്ചമേ നെഞ്ചമേ കൊഞ്ചിയേ சொல்லுதே ആരീരോ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ശ്രുതി. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, നല്ല പ്ലോട്ട് കിട്ടണ്ടേ. ഞാൻ നിന്നെ പ്രഷർ ചെയ്യില്ല ഇഷ. നിന്റെ മാനേജർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്നത്. ഈ സ്ഥലമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ ഒക്കെ റെഡിയാവുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ പോയിട്ട് 1 മാസം ആവാറായില്ലേ. ഇവിടെ വന്നിട്ട് ഒരു 4-5 സ്റ്റോറിയെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിലും എനിക്ക് സ്പാർക്ക് കിട്ടുന്നില്ല. ഞാൻ ശ്രമിക്കാം, നമുക്ക് ടൈമുണ്ടല്ലോ. ഡോണ്ട് വരി ശ്രുതി. മമ്മിയും പപ്പയൊക്കെ ഇവിടെ? അവർ പിന്നെ ഫുള്ള് കറക്കാം. മൂവി നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. നിനക്ക് ചിക്കൻ ഇല്ലാത്തതിൻ്റെ കുശുമ്പല്ലേ? ഈ പറയുന്നത് നിനക്കുണ്ടോ? ഇല്ല, അപ്പോൾ പിന്നെ നീ മിണ്ടണ്ട. ആരാ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? ഓ, ത്രിലോക് താനായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഞാൻ എൻ്റെ പുതിയ റൂംമേറ്റാ. ആഹാ, കൊള്ളാലോ. ഞാനൊന്ന് കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും അപ്പാർട്ട്മെൻറ്റ് വേറെ ആൾക്ക് കൊടുത്തോ? എന്ത് പണിയാ ദിവ്യാൻ്റെ കാണിച്ചേ? തനിക്ക് അറിയില്ലായിരുന്നോ ഞാൻ വരുന്ന കാര്യം? ഓ, ഐ എം റിയലി സോറി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇഷ. ഹാ, ഈഷ. പെൺകുട്ടിയാണ് വരുന്നതെന്ന് ഞാൻ കരുതിയില്ല. അല്ല, താനെന്താ ചെയ്യുന്നത്? ഞാനൊരു റൈറ്ററാണ്. ഒരു റിഫ്രഷിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. അല്ല, തൻ്റെ പ്രൊജക്റ്റൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എല്ലാ കാര്യങ്ങളും ദിവ്യാൻ്റെ പറഞ്ഞു അല്ലേ? പ്രൊമോഷൻ്റെ ആവശ്യത്തിനും കൂടി വേണ്ടി പോയതാ. ഇപ്പോൾ ഒക്കെ സെറ്റായി. ഓ, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഫുൾ ആകെ ഒരു വ്യത്യാസം. എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്, ബട്ട് ടോട്ടലി ഒരു ചേഞ്ച്. എനിക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഇഷ്ടം.
അതുപോലെ വിൻറ്റേജ് വൈബും. നമ്മളെപ്പോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും കുറച്ച് ജീവനൊക്കെ വേണ്ടേ? അത് ശരിയാണ്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ത്രിലോക് യാദവ്, റബൻസ് ആൻഡ് ഗ്രൂപ്പിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എന്തിനാണ് കുറയ്ക്കുന്നത്? ഞാൻ ഈശോ, ഞാനൊരു സ്മോൾ റൈറ്ററാണ്. തന്നെ ശല്യപ്പെടുത്താൻ കുറച്ച് മാസം ഇവിടെ കാണും. താൻ ഈ കിച്ചൺ മൊത്തം കത്തിക്കുമോ? ത്രിലോകേ, എനിക്ക് പാചകം വലിയ വശമില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. എഴുത്തുകാരിക്ക് പാചകം അറിയില്ലാന്നോ? ഇങ്ങമാര്, എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടുപിടിച്ചോ. സോ ദെൻ ഇറ്റ്സ് എ ഡീൽ. താൻ കുക്ക് ചെയ്യും, ഞാൻ ക്ലീൻ ചെയ്യാം. ഓക്കെ? ഓക്കെ. ഇവിടെ വന്ന് ഒരു വീക്കിന് ശേഷം തുടങ്ങിയതാ. എത്ര വട്ടം പറഞ്ഞെന്നറിയോ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്? ബട്ട് ഒരു രക്ഷയില്ല. ദിവ്യാൻ്റെ അങ്ങനെയാ. അല്ല, ആരെയാ എന്നിട്ട് തലയെ കെട്ടി വെക്കാൻ നോക്കുന്നത്? ആൻറ്റിയുടെ കസിൻ്റെ മോനെ. വേണമെങ്കിൽ പോയി തല വെച്ച് നോക്ക്. അയ്യോ വേണ്ടായേ. അമ്മയുടെ കോള, ഒരു മിനിറ്റ്. ഹലോ സീതാമ്മ, എന്താ വിശേഷം? എനിക്കെന്ത് വിശേഷം? നിനക്കല്ലേ വിശേഷമൊക്കെ? എനിക്കെന്തമ്മ, മീറ്റിംഗ്സ്, വർക്ക്, ഇതൊക്കെ തന്നെ. 3 വർഷമായി ഈ സെയിം റിപ്ലൈ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. നീ അറിഞ്ഞോ, നിന്റെ കസിൻ രവിയില്ലേ, അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതൊരു ഡെന്റിസ്റ്റ് ആയിട്ട്. നീ ഇപ്പോഴും. അമ്മ വീണ്ടും തുടങ്ങല്ലേ. നിനക്ക് എത്ര വയസ്സായെന്ന് വല്ല വിചാരമുണ്ടോ? നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാന്നുള്ളതാ എൻ്റെ വലിയൊരു ആഗ്രഹം. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക, എന്നാടാ നീ ലാസ്റ്റായിട്ട് നിന്റെ ഫോൺ നോക്കി ഒന്ന് ചിരിച്ചിട്ടുള്ള? കോമഡി വീഡിയോ കണ്ടിട്ടല്ലാതെ, ഒരാളുടെ മെസ്സേജ് കണ്ടിട്ട്? എനിക്കറിഞ്ഞൂടാ. ഓഫ്, എന്നാടാ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള? ഒരു കോഫി ഒന്നല്ലാതെ 2 എണ്ണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള? ഈ അടുത്ത് എന്ത്? എൻ്റെ റൂംമേറ്റിന്. നല്ല കാര്യം. നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ കുറച്ച് ഫോട്ടോ നിനക്ക് അയച്ചുതരാം. അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആള് ആരാന്ന് വെച്ചാൽ പറ. ഒരു ഫോട്ടോയിലൊക്കെ എന്തിരിക്കുന്നമ്മ? എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. ഞങ്ങൾ ജസ്റ്റ് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മാരേജിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് എന്നെ വിളിക്കണ്ട. ഗുഡ് നൈറ്റ്. അച്ചോ, ഡേറ്റിംഗാ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതാവുമ്പോൾ ഇനി കല്യാണക്കാര്യം പറഞ്ഞാൽ അമ്മ വരില്ലല്ലോ. நெஞ்சமே நெஞ்சமே கொஞ்சியே சொல்லுதே ரீரோ தஞ்சமே தஞ்சமே சொந்தமாய் வந்ததே ஆராரிரோ நீ அஞ்சிலே பிஞ்சிலே கண்ட காயம் சொல்லவே இல்லையே முன்பு யாரோ எஞ்சியோ மிஞ்சியோ நின்ற போதோ அன்புதான் வெல்லுமே எந்த நாளோ ஒளி எங்கு போகும் உன்னை வந்து சேரும் அந்த மஞ்சும் பஞ்சும் ஒன்றே என்று நம்பி செல்ல நெஞ்சு. ഇതിപ്പോൾ എത്രാമത്തെ വട്ടം ആൻറ്റി ഈ കാര്യം പറഞ്ഞു വരുന്നേ? എൻ്റെ പാരൻസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ഈശയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ രാഹുൽ നല്ല പയ്യനാ. ദുബായിൽ നല്ല ജോലി, പിന്നെ ഈ അടുത്ത് അവൻ്റെ പാരൻസിനെ അവിടേക്ക് കൊണ്ടുപോയി. നല്ല സ്വഭാവമാണ്. രാഹുൽ നല്ല ആളല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ല ആളായിരിക്കാം. ഇപ്പോൾ ടൈമായെന്ന് കരുതി ഞാൻ ഒരാൾ അന്വേഷിക്കുന്നില്ല. അതുപോലെ നല്ല ജോബ് ഉണ്ടെന്ന് കരുതിയിട്ടും അങ്ങനെ സെലക്ട് ചെയ്താൽ അയാൾക്കും എനിക്കും അത് നല്ലതല്ല. ശരിയാണ്. പക്ഷേ ഈശ ഏത് നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്ന കരുതിയിട്ട് തനിച്ചാണെന്നല്ല. പിന്നെ ഞാൻ ഇവിടെ വന്നേക്കുന്ന എൻ്റെ സ്റ്റോറിയുടെ ആവശ്യത്തിനാണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്നാലേ എനിക്കെൻ്റെ മനസ്സിൽ കഥ വരുള്ളൂ. എനിക്ക് മനസ്സിലായി. നിൻ്റെ പ്രായത്തിൽ എനിക്ക് 2 പിള്ളേരാ. രാഹുലിനെ പറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷയ്ക്ക് വേണമെങ്കിൽ ഞാൻ അവൻ്റെ നമ്പർ അയച്ചു തരാം. ദിവ്യാൻ്റെ. ഇഷ, നീ ഇവിടെ നിൽക്കുകയാണോ? വേഗം പോയി റെഡി ആവ്. മൂവി ഡേറ്റിന് പോകണ്ടേ? മറന്നോ നീ? ആ മൂവി ഡേറ്റാ. ഹോ, ഞാൻ വിട്ടുപോയി. എന്നാൽ ശരി ആൻറ്റി, പിന്നെ കാണാവേ. നീ എന്നെ രക്ഷിച്ചാടുന്ന്. ഇനി എന്തായാലും രാഹുലിൻ്റെ കാര്യം പറഞ്ഞു വരില്ല. അങ്ങനെ ആയാൽ മതിയായിരുന്നു. എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനത്തെ ഫേസ് എക്സാം എഴുതാൻ പോകുന്നേരം മൊത്തം ഞാൻ കണ്ടിട്ടില്ല. ഇത് അതിലും വലുതാ. എൻ്റെ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അത് നല്ല കാര്യമല്ലേ? അമ്മ വരുന്നതേ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനാ. നന്നായി. നീയായി വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോ. ഈഷ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാ? തുറന്നു പറയും, നീ കള്ളം പറഞ്ഞാന്ന്. എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്ത് ഹെൽപ്പ്?
വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? എ ഫേക്ക് ഗേൾ ഫ്രണ്ട്? ശേ. നീ മാത്രമേ ഉള്ളൂ ഇഷ. കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. ശരി ശരി, ചിലവില്ലാത്ത ഹെൽപ്പല്ലേ. പകരം എന്ത് കിട്ടും? എന്താ വേണ്ടത് നിനക്ക്? നീ എനിക്ക് തരാതെ കുടിക്കുന്ന കോഫിയില്ലേ, ആ സ്പെഷ്യൽ വൺ, അതെനിക്ക് ഡെയിലി ഞാൻ പോകുന്ന വരെ കിട്ടണം. അത് കുറച്ച് കൂടുതലല്ലേ? നിനക്കാ ഇപ്പം എൻ്റെ ഹെൽപ്പ് വേണ്ടേ? ഓക്കെ. നമുക്ക് നിൻ്റെ അമ്മയെ വിശ്വസിപ്പിക്കാൻ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് മീറ്റ്, ഡേറ്റിംഗ് ഒക്കെ. നീയല്ലേ റൈറ്റർ, നീ തന്നെ പറ. അയ്യടാ, എന്നാ എവിടെ വെച്ച് കണ്ടു എന്ന് തന്നെ പറയാം. അത് ശരിയാവില്ല. സംതിങ് ഡിഫറെൻറ്റ്. ഓഫീസ്? ഏ ക്ലബ്? പോടാ. ബ്ലൈൻഡ് ഡേറ്റോ? നോ. വാട്ട് അബൌട്ട് കോഫി ഷോപ്പ്? നീ എൻ്റെ ബുക്കിൽ കോഫി സ്പിൽ ചെയ്തു. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു. എന്നെ സമാധാനിപ്പിക്കാൻ താൻ എനിക്കൊരു കോഫി മേടിച്ചു തന്നു. പിന്നെ ഇവിടെ വെച്ച് വീണ്ടും കണ്ടു. താ ശരിക്കും റൈറ്റർ ആണല്ലേ? പോടാ. ഇതാ സീതാമ്മ റൂമാ? എനിക്കറിയാടാ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ. ആകെ ഒരു വ്യത്യാസം, ഒരു വൃത്തിയൊക്കെ ഉണ്ട്. എല്ലാം ഈശയായിരിക്കും അല്ലേ? ചെറുതായിട്ട്. ഹായ് ആൻറ്റി. നല്ല ഭംഗിയുണ്ട് ഫോട്ടോയിൽ കണ്ടതിനേക്കാളും. ഫോട്ടോ അയച്ചു തന്നോ? ഈശയെ കണ്ടിട്ട് ഇവനെപ്പോലെ ഒരുത്തനെ സ്നേഹിക്കുന്നൊന്നും തോന്നുന്നില്ലല്ലോ. അത് പിന്നെ ആൻറ്റി, ഒരു സോഷ്യൽ സർവീസ് എന്ന നിലയിൽ. കൊള്ളാം, ഇപ്പോഴേ രണ്ടാളും ഒരു ടീമായി. ഈശ വാ. ഇതിനോട് എത്ര പറഞ്ഞിട്ടോ നിങ്ങളുടെ ലവ് സ്റ്റോറി പറഞ്ഞു തന്നിട്ടില്ല. മോള് പറ. ആവോ, എന്നോട് വീണ്ടും ചോദിക്കുന്ന കരുതിയ നൈസായി രക്ഷപ്പെട്ടു. ഇഷ, കുറച്ച് പഞ്ചസാര ദോശയിലിട്ടിട്ട് കഴിക്കുക. അതാ ത്രിലോകിന് ഇഷ്ടം. പക്ഷേ അവനത് പുറത്തു പറയില്ല. അമ്മ മിണ്ടാതിരുന്ന് കഴിക്കടാ. പിന്നെ മോളെ, ചെറുപ്പത്തിലുണ്ടല്ലോ, ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോൾ ദോശ ക്രിസ്പി ആണെന്ന് പറഞ്ഞിട്ട് ഇവൻ കിടന്ന് കരഞ്ഞു. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ പാട്ട് പാടി കഴിപ്പിക്കേണ്ടി വന്നു. ഒരു നോട്ട് തന്നെ എടുക്കുകയാണല്ലോ ത്രിലോകിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമെങ്കിൽ. പിന്നല്ല, എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഇവളെല്ലാം അറിയണ്ടേ? വേറെ ആരുമില്ലല്ലോ, എൻ്റെ മരുമകളല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കാമ്മ. ആലോചിക്കേണ്ടിയിരിക്കുന്നോ നിന്നെ കെട്ടണോ വേണ്ടയോന്ന്? ഈശോ ഒഴിവാക്കാതെ നോക്കിക്കോ നിന്നെ. പെണ്ണ് കിട്ടില്ലടാ നിനക്ക്. നാളെ തന്നെ പോണോ അമ്മേ? ത്രിലോകിൻ്റെ അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ലേ. ഇനിയും ഇവിടെ നിന്നാ അവിടേക്ക് എനിക്ക് പോകേണ്ടി വരില്ല. ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോര്. വരാം. മൂക്ക് ത്രിലോകിന് ശരിക്കും ഇഷ്ടമാണോ? അതെ, ഓഫ് കോഴ്സ്, ഹീസ് മൈ ബോയ് ഫ്രണ്ട്. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, അതുകൊണ്ട് മാത്രം പ്രണയം ഉണ്ടാവില്ലല്ലോ. ഒരാളെ നല്ലപോലെ മനസ്സിലാക്കി അയാളുടെ ശരിയും തെറ്റും എല്ലാം ഉൾക്കൊണ്ടാലല്ലേ പ്രണയിക്കാൻ പറ്റൂ. ഇഷയ്ക്കതിന് കഴിയും. അത് അവളവിടെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടപ്പോൾ നീ ഇങ്ങോട്ട് വാ. നല്ല കുട്ടിയാ ഇഷ. ത്രിലോക്, നീ വിചാരിക്കുന്ന പോലെ അത്ര നന്നായിട്ട് നിനക്ക് കള്ളം പറയാനൊന്നും അറിയില്ലടാ. അമ്മ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്തിനാണ് ഒരു അഭിനയമൊക്കെ? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ടൈം ആകുമ്പോൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ ത്രിലോക്. എൻ്റെ സമ്മതം കിട്ടാനാ നീ ഇങ്ങനെ ഈ നാടകം കളിച്ചെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ നീ കേട്ടോ, എനിക്ക് ഇഷയെ ഒരുപാട് ഇഷ്ടമായി. ഇനി നീ ധൈര്യമായി പോയി ആളെ ഫേക്കിന്ന് ഒറിജിനലാക്കിക്കോ. ഇല്ലെങ്കിൽ നല്ല വല്ല ചെക്കന്മാരും വന്ന് കൊണ്ടുപോകും. എനിക്ക് പേടിയാ. എനിക്കുള്ളതുപോലുള്ള ഒരു ഇഷ്ടം അവക്കില്ലെങ്കിലോ? ഞങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ള സൗഹൃദം പോലും നഷ്ടപ്പെടും. സത്യം പറയേണ്ടത് നിൻ്റെ കടമയാ. അറ്റ്ലീസ്റ്റ് നിനക്ക് അവളുടെ റിപ്ലൈ എങ്കിലും അറിയാലോ. ഇഷ, എൻ്റെ വാച്ച് കണ്ടോ? ടേബിളുണ്ട്. ഇഷ, എൻ്റെ ഫയൽസോ? കബോർഡില്.
ഇഷ, എൻ്റെ ബ്ലാക്ക് ഷൂ കാണുന്നില്ല. എൻ്റെ തെറ്റിട്ട് പോന്നി. എന്താ ഇഷ? ഷൂ റാക്കിൻ്റെ താഴത്തെ സൈഡിൽ കാണും. ഇഷ, എൻ്റെ കോഫിയോ? അത് നീ ഓൾറെഡി കുടിച്ചതാണ്. എൻ്റെ ത്രിലോകി, നിനക്ക് ഒറ്റ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? നീ എങ്ങനെയാണ് ഇത്രയും കാലം ഇവിടെ ഒറ്റയ്ക്ക് നിന്നേ? ഇപ്പം നീയില്ലേ? കൊള്ളാം. ഇങ്ങനെ പോയാ നീ കെട്ടിയാലും ഞാൻ നിന്റെ കൂടെ വന്ന് നിൽക്കേണ്ടി വരുമല്ലോ. ഏയ്, നിന്നെ ഞാൻ കിട്ടിയാൽ പോരെ, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അയ്യേടാ, നോക്കിയിരുന്നോ. ഇന്ന് ഞാനേ ഒരു ഡേറ്റിന് പോവാം. ഡേറ്റോ? അതെ, ഡേറ്റ്. വേണമെങ്കിൽ പെണ്ണാണെന്നും പറയാം. പപ്പ വിളിച്ചിരുന്നു, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന്. പോയി കാണാൻ പറഞ്ഞു. എന്നിട്ട് കാണാൻ തീരുമാനിച്ചോ? അതെ, സിംഗിളായി പോയിട്ട് എൻഗേജ്ഡ് ആയിട്ട് വരാം ഞാൻ. വേഗം ഇറങ്ങിക്കോ, ലേറ്റ് ആവണ്ട. ഞാൻ എന്താ ചെയ്യുക? നല്ല ലേറ്റ് ആയല്ലോ. 8 ആയിട്ടുള്ളൂ. എന്തായി പോയിട്ട്? സഞ്ജയ് ചെക്കൻ കൊള്ളാം, നല്ല വൈബൊക്കെ തന്നെയാ. ഏകദേശം പുള്ളിക്കാരന് തന്നെ ഇഷ്ടമായ പോലെയാ തോന്നുന്നത്. ഉടനെ തന്നെ തനിക്കൊരു സദ്യ ഉണ്ണാം. എല്ലാം കൈവിട്ട് പോവാ. അവൾ നല്ല ഹാപ്പിയാണ്. ഞാനാ എന്തിനാ അവളുടെ സന്തോഷം കെടുത്തുന്നത്? എനിക്കുള്ളതാണെങ്കിൽ എന്നെ വിട്ട് പോയില്ലായിരുന്നു. മേ ബി എനിക്കുള്ളതായിരിക്കില്ല. ഓരോ തവണ ഇഷ സഞ്ജയെക്കുറിച്ച് പറയുമ്പോൾ ത്രിലോക് തൻ്റെ പ്രണയം ഉള്ളിലൊതുക്കി വേദനിക്കുകയായിരുന്നു. തന്നിൽ നിന്ന് ഈശ നഷ്ടപ്പെടുകയാണെന്ന് ത്രിലോകിനെ വിശ്വസിക്കാനാവുന്നില്ല. நெஞ்சமே நெஞ்சமே கொஞ்சியே சொல்லுதே ஹீரோ தஞ்சமே தஞ்சமே சொந்தமாய் வந்ததே யாரோ நீ அஞ்சிலே பிஞ்சிலே கண்ட காயம் சொல்லவே இல்லையே முன்பு யாரோ எஞ்சியோ மிஞ்சியோ நின்ற போதோ அன்புதான் வெல்லுமே எந்த நாளோ ஒளி எங்கு போகும் உன்னை வந்து சேரும் அந்த மஞ்சும் பஞ்சும் ஒன்றே என்று நம்பி செல்ல நஞ்சும் இல்லையே. ഇഷ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ നിന്റെ കയ്യിൽ? ഇത് നീ വരച്ചതാണോ? നമ്മളല്ലേ ഇത്? നല്ല രസമുണ്ടല്ലോ. ഇപ്പം ഈ മഴയെന്നൊരു സൂചന പോലും കിട്ടിയില്ലല്ലോ. ശരിയാ, ഒരു സൂചന പോലും കിട്ടിയില്ല. ലൈക്ക് മോസ്റ്റ് ഓഫ് യു ഇമോഷൻസ്. എന്ത്? വെയിറ്റ് ചെയ്ത് എനിക്ക് മതിയായി. ഡോണ്ട് ഡൂ ദാറ്റ്. ഒന്നും അറിയാതെ പോലെ നീ നിൽക്കല്ലേ. ഒരാൾക്ക് നമ്മളെ ഇഷ്ടമാണെന്നറിയാം, പക്ഷേ അയാളത് തുറന്നു കഴിയാൻ മടിക്കുന്നു. കൂടെ ഏത് നേരമുണ്ട്, പക്ഷെ അടുത്ത് വന്നൊന്നും പറയുന്നില്ല. ഞാൻ തന്നെ ഹേർട്ട് ചെയ്യണമെന്ന്. ബട്ട് യു ഡിഡ്. യു ഓൾറെഡി ഹാഡ്. എത്ര ഞാൻ വെയിറ്റ് ചെയ്തു. നീ ഒന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു. ഈവൻ ഒരു ഫേക്ക് മാരേജ് പ്രപ്പോസൽ, ഒരു ഫേക്ക് ഫിയാൻസി. സ്റ്റിൽ യു ആർ സൈലൻറ്റ്. തന്നെ നഷ്ടപ്പെട്ടാലോ എന്ന്. എനിക്ക് തൻ്റെ ലോജിക് മനസ്സിലാകുന്നില്ല ത്രിലോക്. നീ ഒക്കെ ക്ലീൻ ആൻഡ് സേഫ് ആക്കാനോ നോക്കുന്നത്? ഇറ്റ്സ് ഓൾറെഡി എ മെസ്. നീ എന്തെങ്കിലും തുറന്നു പറയുന്ന കരുതി നിൽക്കുന്ന ഒരു ഫൂളാണ് ഞാൻ. നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല എന്ന്? നിന്റെ കൂടെയുള്ള ഓരോ ടൈമിലും നെഞ്ച് പൊട്ടുക അത് പറയാതെ. എന്നിട്ട് നീ എന്താ പറയാത്തെ? ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ എന്നെ കാണാൻ വിട്ടുപോയാൽ ഒരിക്കലും നിന്നെ സ്നേഹിക്കാതെ ഇരിക്കാനും എനിക്ക് പറ്റില്ല. ഇത്രയും പേടിയാണെങ്കിൽ നീ പറയണ്ട. എല്ലാം ഉള്ളിൽ ഒതുക്കി നീ അവിടെ നിന്നോ. ഞാനൊരു പൊട്ടി. ഐ ലവ് യു ഷോ. നിന്നെ കണ്ടപ്പോൾ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നോട് സംസാരിച്ചപ്പോൾ, ഒരുമിച്ച് കുക്ക് ചെയ്തപ്പോൾ, ഈവൻ എൻ്റെ സ്കെച്ചിൽ ഞാൻ കോഫി ഫിൽ ചെയ്തപ്പോൾ നീ എന്നോട് ചൂടായില്ലേ? അതൊക്കെ ഫേക്കാടാ. நெஞ்சமே நெஞ்சமே கொஞ்சியே சொல்லுதே ஹீரோ தஞ்சமே தஞ்சமே சொந்தமாய் வந்ததே. ഒരു
കിസ്സെങ്കിലും താടാ. ഒന്നും അറിയില്ല ഈശ്വരനെ. ഈ അഞ്ചിലെ പിഞ്ചിലെ കണ്ട കായോ சொல்லவே இல்லையே முன்பு யாரோ எஞ்சியோ மிஞ்சியோ நின்ற போதோ அன்புதான் வெல்லுமே எந்த நாளோ ஒளி எங்கு போகும் உன்னை ഇന്നും നീ നേരത്തെ എണീറ്റോ? നിന്റെ കൊച്ചുറങ്ങാൻ വിടണ്ടേ? നേരത്തെ ഫുഡ് കഴിക്കണം. ഇപ്പോഴേ ഹെൽത്ത് കോൺഷ്യസ് ആണോ? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും. നീ എടുത്തു വെച്ച നിന്റെ കേക്ക് ഞാൻ കഴിച്ചു കേട്ടോ. എനിക്കല്ല, നിന്റെ കൊച്ചിനാ. നിന്റെ കൊച്ചു വേണമെന്ന് പറഞ്ഞു. അവസരം മുതലാക്കുകയാണല്ലേ. നീ പറഞ്ഞില്ലെന്ന്. എന്ത് ലവ് യു ആണോ? ഞാൻ നിന്നെ ഓൾറെഡി കല്യാണം കഴിച്ചു. നിനക്ക് ഫുഡ് വാരി തരുന്നുണ്ട്, കാല് മസാജ് ചെയ്തിരുന്നുണ്ട്, ഈവൻ എൻ്റെ ഫേവററ്റ് സ്നാക്സ് നിനക്ക് ഷെയർ ചെയ്യുന്നു. ഡെയിലി ചായ നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ഇറ്റ് എൻ്റെ കൊച്ചു നിൻ്റെ വയറ്റിലുണ്ട്. എന്നിട്ടും നിനക്ക് വേർഡ്സ് വേണോ? യെസ്, ഐ ലവ് യു. ഇന്നും നാളെയും എപ്പോഴും. ഈവൻ സോംബീസ് ഒന്ന് അറ്റാക്ക് ചെയ്താലും നീ ഒരു സോംബിയായി മാറിയാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പ്രോമിസ്. ഞാൻ നിനക്ക് എന്നുണ്ടാക്കി തരുന്ന ചായയാണേ. അമ്മ, ഞാൻ ബ്ലൂ സാൻഡ വരച്ചു. കൊള്ളാലോ, ഇപ്പോഴേ മോഡേൺ ആയിട്ടൊക്കെയോ. അച്ഛാ, നിങ്ങൾ സ്റ്റോറി പറഞ്ഞതാ. ഏത് ഭാഗമാണ് നിനക്ക് വേണ്ടേ? ഗ്രാൻഡ്മ വന്ന് പോയതിന് ശേഷമുള്ള ഭാഗം. ആ ഒരു ടൈമിൽ നിൻ്റെ അച്ഛന് മമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബട്ട് മമ്മ അച്ഛനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ കല്യാണം കഴിക്കാമെന്നൊക്കെ അഭിനയിച്ചു. അച്ഛനമ്മ കരയിപ്പിച്ചോ? പിന്നല്ലാതെ ഒരുപാട്. നിന്റെ പപ്പയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പിന്നെന്ത് പറ്റി പപ്പ? പിന്നെ അമ്മയ്ക്ക് അച്ഛനെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ, എന്ത്? അല്ല, അച്ഛനമ്മയെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ പിടിച്ചങ്ങ് കൊണ്ടുപോയി അമ്മേനെ. പിന്നെയാ ഞങ്ങൾക്ക് നീ ഉണ്ടായി. പപ്പയ്ക്ക് വേറെ ആരെങ്കിലും കെട്ടിയാൽ പോരായിരുന്നോ? ഇപ്പം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണോ? നിന്നെ ഞാൻ நெஞ்சமே நெஞ்சமே கொஞ்சியே சொல்லுதே